തൃശൂർ മറ്റത്തൂരിലെ കൂട്ടക്കൂറുമാറ്റത്തിന് നേതൃത്വം നൽകിയത് DCC മുൻ സെക്രട്ടറി TM ചന്ദ്രൻ എന്ന് തെളിയിക്കുന്ന നിർണായക ഫോൺ സംഭാഷണം ന്യൂസ് മലയാളത്തിന്. BJP പിന്തുണയെ എതിർത്ത പഞ്ചായത്ത് അംഗത്തെ TM ചന്ദ്രൻ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തുവന്നത്. ഒന്നിച്ചെടുത്ത തീരുമാനത്തിൽ ഭയം വേണ്ടെന്നും ചന്ദ്രൻ പറയുന്നുണ്ട്. മറ്റത്തൂർ വിഷയത്തിൽ കോൺഗ്രസിന് ഒറ്റ നിലപാടെന്നും വർഗീയ ശക്തികളുമായി കൂട്ടുകൂടില്ലെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. നമുക്ക് BJP സപ്പോർട്ടുണ്ട് കിട്ടിയ എല്ലാ സാധനങ്ങളും രാജിവെച്ചതിന് ശേഷം ഞാൻ വരുള്ളൂ. എനിക്ക് വലിയ നാണക്കേട് ചുമന്നിറക്കാൻ. ഞാൻ എന്റെ നിലപാട് ഞാൻ പറഞ്ഞു. എനിക്ക് BJP യാതൊരു ബന്ധവും ഇത് എനിക്ക് താല്പര്യമില്ല. ബാക്കിയുള്ള 8 മെമ്പർമാരും നിന്റെ കൂടെ ഇല്ലേ? ബാക്കിയുള്ള 8 മെമ്പർമാരുടെ കാര്യമല്ല നോക്കണം, ഞാൻ എന്റെ കാര്യം നോക്കുന്നു. നീ പറയ് BJP ആയിട്ട് യാതൊരു ബന്ധമില്ലെന്ന് നീ പറയേ. പറഞ്ഞല്ലോ BJP ആയിട്ട് യാതൊരു ബന്ധമില്ല, എനിക്ക് വർഗീയ രാഷ്ട്രീയം എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. വിവാദമായ മറ്റത്തൂർ കൂട്ടക്കൂറുമാറ്റത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇടപെട്ട് അനുനയ നീക്കം നടത്തുന്നതിനിടെയാണ് വിമത നേതാക്കളെ വെട്ടിലാക്കി ശബ്ദരേഖ പുറത്തുവന്നത്. BJP ബന്ധത്തെ തള്ളിപ്പറഞ്ഞ പഞ്ചായത്തംഗം അക്ഷയ് സന്തോഷിനെ സ്വാധീനിക്കാൻ TM ചന്ദ്രൻ ശ്രമിക്കുന്നത് ഫോൺ സംഭാഷണത്തിൽ വ്യക്തം. ഒപ്പം നിൽക്കണമെന്നും BJPയുമായി ബന്ധമില്ലെന്ന് വാർത്താസമ്മേളനത്തിൽ പറയണമെന്നും ചന്ദ്രൻ അക്ഷയോട് ആവശ്യപ്പെടുന്നുണ്ട്. ഒരുമിച്ചെടുത്ത തീരുമാനത്തിൽ ഭയപ്പെടേണ്ടതില്ലെന്നും ഒന്നിച്ചു നിൽക്കണമെന്നും ചന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും BJP ബന്ധത്തിന് തയ്യാറല്ല എന്നാണ് അക്ഷയുടെ മറുപടി. ഭയപ്പെടല്ല, ഇത് നാണക്കേടില്ലേ? ആൾക്കാർ നോക്കി ശരിക്കുള്ളൂ. അപ്പൊ അക്ഷയ്ക്ക് സ്ഥാനം കിട്ടിയത് കൊണ്ടാണ് അക്ഷയ്ക്ക് ഇങ്ങനെ പറയാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് അക്ഷയ്ക്ക് പറയാനുള്ള നമുക്കൊരു തടസ്സമില്ല. വേണ്ട. വിമത നേതാക്കളെ വെട്ടിലാക്കിയ ശബ്ദരേഖ ന്യൂസ് മലയാളം പുറത്തുവിട്ടതിനു പിന്നാലെ വിഷയത്തിൽ കോൺഗ്രസിന് ഒറ്റ നിലപാടാണെന്ന് വ്യക്തമാക്കി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്തെത്തി. പാർട്ടി നിലപാട് വ്യക്തമാണ്. പാർട്ടിയുടെ താല്പര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമായിരിക്കും. അതിന് സംശയമില്ല. വർഗീയ സംഘടനകളുമായിട്ടുള്ള ഒരു ബന്ധവും പാർട്ടിക്കുണ്ടാവില്ല. മറ്റത്തൂരിൽ ആരും BJPയിൽ ചേർന്നിട്ടില്ലെങ്കിലും അവരുമായി ബന്ധം സ്ഥാപിച്ചത് തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തെറ്റ് ചെയ്തതുകൊണ്ടാണ് നടപടിയെടുത്തത്. അതുകൊണ്ടാണല്ലോ അവർക്കെതിരെ നടപടിയെടുത്തത്. ആ ബന്ധം വിച്ഛേദിച്ചാൽ അവർ നടപടി പിൻവലിക്കും. അതല്ലേ പറഞ്ഞിരിക്കുന്ന പാർട്ടി. ആകെ നല്ല കറക്റ്റ് സ്റ്റാൻഡാണ്. മറ്റത്തൂരിലെ വിമതരുമായും ഔദ്യോഗിക പക്ഷവുമായും ചർച്ച നടത്തിയ KPCC അധ്യക്ഷനോ റോജി M ജോണോ വിവാദത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വിഷയത്തിൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും പരസ്യ പ്രതികരണം വേണ്ടെന്നുമാണ് ഇരുവിഭാഗത്തിനും KPCC നൽകിയിരിക്കുന്ന നിർദ്ദേശം. മറ്റത്തൂർ സംഭവം കോൺഗ്രസിനാകെ നാണക്കേടുണ്ടാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. വിമതരായ ചിലർക്കെതിരെ നടപടിയും എടുത്തു. എങ്കിലും വിഷയത്തിൽ ഏകാഭിപ്രായത്തിലെത്താൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ല. ലെവിൻ K. വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.